നമസ്തേ. ചരിത്രഭൂമിയിലൂടെ എന്ന സാംസ്കാരിക ചരിത്ര പരിപാടിയുടെ 3-ാം ഭാഗമായ ഇന്ന് ഓണാട്ടുകരയിലെ ബുദ്ധമത സംസ്കാരത്തെപ്പറ്റി, ബുദ്ധമത സ്വാധീനത്തെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ പങ്കിടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഉണ്ണുനീലി സന്ദേശം. പല പ്രാവശ്യം ഞാൻ അത് വായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കടുത്തുരുത്തി വരെയുള്ള ഒരു യാത്രയാണ്, ഒരു യാത്രാ വിവരണം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതിൽ കൊല്ലം കഴിഞ്ഞ് നീണ്ടകര, അതുപോലെ കന്നേറ്റി കഴിഞ്ഞ് ഓണാട്ടുകരയെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കായംകുളത്തെ പറ്റി പറയുന്നു, കായംകുളം അങ്ങാടിയെ പറ്റി പറയുന്നു, കായംകുളത്തെ 2 വിഷ്ണു ക്ഷേത്രങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന കായംകുളം പോലീസ് സ്റ്റേഷൻ്റെ ഇടതുഭാഗത്ത് നിന്ന് നേരെ തട്ടാരമ്പലത്തിലേക്കുള്ള വഴിയെ ആണ് ഈ സന്ദേശകരൻ നടക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം തട്ടാരമ്പലത്തെ പറ്റി പറയുന്നു, തെക്കേ മറ്റത്തെ പറ്റി പറയുന്നു, കണ്ടിയൂരിനെ പറ്റി പറയുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ സന്ദേശഹരൻ സന്ദേശവുമായിട്ട് ഹൈവേ കൂടെ തന്നെയാണ്, ഇന്നത്തെ ഹൈവേ കൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷെ അദ്ദേഹം കന്നേറ്റി കഴിഞ്ഞുള്ള കരുനാഗപ്പള്ളിയെയോ ഓച്ചിറയെയോ അല്ലെങ്കിൽ തട്ടാരമ്പലത്തിലേക്ക് പോകുന്ന വഴിയുള്ള ചെട്ടുകുളങ്ങരയെ പറ്റിയോ ഒന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാകാം? ഇന്നത്തെ പ്രാധാന്യമൊന്നും തന്നെ പണ്ട് കാലത്ത് ഇത് എഴുതുന്ന ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ കാലത്ത് കരുനാഗപ്പള്ളിക്കോ ഓച്ചിറയ്ക്കോ അല്ലെങ്കിൽ ചെട്ടുകുളങ്ങരയ്ക്കോ ഉണ്ടായിരുന്നില്ല. ചെട്ടുകുളങ്ങരയ്ക്ക് തീർച്ചയായിട്ടും ചെട്ടുകുളങ്ങര ക്ഷേത്രവും മറ്റുമൊക്കെ തന്നെ അതിനുശേഷം 14-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു ക്ഷേത്രമാകാം. ഇനി ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രം, അത്ര ശ്രദ്ധേയമല്ലാത്ത ഒരു ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തുകൊണ്ട് കരുനാഗപ്പള്ളിയെ പറ്റി പരാമർശിക്കുന്നില്ല? എന്തുകൊണ്ട് ഓച്ചിറയെ പറ്റി പരാമർശിക്കുന്നില്ല? അന്വേഷിച്ചപ്പോഴാണ് അത് 2 ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ കരുനാഗപ്പള്ളിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, പഴയ ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ, കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഇന്ന് വലിയ താലൂക്കൊക്കെയാണ്, ഒരുപാട് കെട്ടിടങ്ങളും സമുച്ചയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കരുനാഗപ്പള്ളിക്ക് അല്ലായിരുന്നു അന്ന് പഴയ കാലത്ത് പ്രാധാന്യം. മരുതൂർ കുളങ്ങര ആയിരുന്നു. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ആ നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. പാശ്ചാത്യര് അവരുടെ സഞ്ചാരരേഖകളിലൊക്കെ മാർത്ത എന്ന പേരിൽ പറയുന്ന മരുതൂർ കുളങ്ങര, അതായിരുന്നു ബുദ്ധമത കേന്ദ്രം. കരുനാഗപ്പള്ളിയിലും തീർച്ചയായിട്ടും ബുദ്ധമത സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പടനായർ കുളങ്ങര ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ഈ 14-ാം നൂറ്റാണ്ടിൽ. അവിടെ ഒരു ബുദ്ധ വിഹാരമോ മറ്റോ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ആ ബുദ്ധ വിഹാരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇന്ന് നമ്മൾ കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷനൊക്കെ നിൽക്കുന്നതിൻ്റെ ആ സ്ഥാനത്ത് പണ്ടൊരു നാഗരാജക്ഷേത്രം ഉണ്ടായിരുന്നു. ബുദ്ധമതക്കാരുടെ ഒരു നാഗക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേര് കരുനാഗപ്പൻ ക്ഷേത്രം എന്നായിരുന്നു. ഈ കരുനാഗപ്പൻ ക്ഷേത്രത്തെ കരുനാഗപ്പൻ പള്ളി എന്നും ചില പരാമർശങ്ങളുണ്ട്. ചരിത്രകാരന്മാർ ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ഈ കരുനാഗപ്പൻ പള്ളിയിൽ നിന്നാണ് കരുനാഗപ്പള്ളി എന്നുള്ള സംജ്ഞ രൂപീകൃതമായത്. അല്ലാതെ ആലി ഹസൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം മതപ്രചാരകൻ, മതപ്രബോധകൻ വന്ന് രാജാവിനോട് തനിക്ക് പള്ളി പണിയണമെന്നും അദ്ദേഹം ഒരു കാട് കാണിച്ചു കൊടുത്തുവെന്നും അവിടെ മുഴുക്ക കരുനാഗങ്ങളായിരുന്നു, ആ കരുനാഗങ്ങളെയൊക്കെ തന്നെ കുളത്തിലാക്കി രാജാവിന് കാഴ്ചവെച്ചുവെന്നും അതിനുശേഷം അവിടെ ആ കരുനാഗങ്ങളുടെ സ്ഥലം കരുനാഗപ്പള്ളി ആയി എന്നുള്ളത് ഒരു കഥ മാത്രമാണ്, ഒരു ഐതിഹ്യം മാത്രമാണ്. പക്ഷെ അതിനേക്കാൾ യുക്തിഭദ്രമായിട്ടുള്ളത് തീർച്ചയായിട്ടും കരുനാഗപ്പൻ ക്ഷേത്രം അഥവാ കരുനാഗപ്പൻ പള്ളി ഉള്ള കരുനാഗപ്പള്ളിയാണ്. ആ പള്ളി എന്ന് പറയുന്ന ശബ്ദം വളരെ ശ്രദ്ധേയമാണ്.
പള്ളി എന്ന് പറയുന്ന പദം അതിന് ഈ ബുദ്ധമതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അത് പാലി ഭാഷയിലെ ഒരു പദപ്രയോഗമാണ്. ദ്രാവിഡ ഭാഷയിൽ നിന്ന് പാലി ഭാഷക്കാർ അത് കടം കൊണ്ടതാണെന്ന് ചട്ടമ്പിസ്വാമികളും മറ്റുമൊക്കെ പറയുന്നു. അത് ചിലപ്പോൾ വാസ്തവമാകാം, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ പള്ളി എന്ന് പറയുന്ന വാക്കിൽ ബുദ്ധവിഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത്, ബുദ്ധക്ഷേത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മൈനാഗപ്പള്ളി, നെടുനാഗപ്പള്ളി, തോട്ടപ്പള്ളി, മണപ്പള്ളി, പുതുപ്പള്ളി, വന്തികപ്പള്ളി തുടങ്ങി ഒരുപാട് പള്ളികളുടെ കേന്ദ്രമാണ് വാസ്തവത്തിൽ ഓണാട്ടുകര എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പള്ളിക്കലുണ്ട്, പിന്നെ പള്ളിപ്പാടുണ്ട്, പള്ളിപ്പുറത്ത് കാവുണ്ട്. ഇങ്ങനെ പള്ളി ശബ്ദം, പള്ളി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെയാണ്, വിഹാരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെക്കാൾ പ്രാധാന്യം ഉണ്ടായിരുന്ന മരുതൂർ കുളങ്ങര ആണ്. മരുതൂർ കുളങ്ങരയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മഹാദേവന്റെ ക്ഷേത്രമാണ്, ശിവന്റെ ക്ഷേത്രമാണ്. ഈ ശിവനെയൊക്കെ തന്നെ തീർച്ചയായിട്ടും അതിനു മുമ്പുണ്ടായിരുന്ന ബുദ്ധനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ബുദ്ധനെ കൺവെർട്ട് ചെയ്ത് ശിവനാക്കിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു കൺവെർഷൻ നമുക്ക് ഓച്ചിറയിലേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പടനായർ കുളങ്ങരയിലുള്ള അവിടെയും മഹാദേവനാണുള്ളത്, അവിടെയും ശിവനാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ബുദ്ധനായിരുന്നു, ബുദ്ധവിഹാരമായിരുന്നു. അതെല്ലാം തന്നെ ഹിന്ദുമതത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായ പരിവർത്തനമാണ്. ഈ കരുനാഗപ്പള്ളിയും അവിടെ നിൽക്കട്ടെ, അതിനുശേഷം ആ ബുദ്ധമത സ്വാധീനം ഓച്ചിറയിലേക്ക് വ്യാപിച്ചു. ഈ മരുതൂർ കുളങ്ങരയിൽ നിന്നാണ് ഒരു ബുദ്ധവിഗ്രഹം നമുക്ക് കിട്ടിയത്. അത് വളരെ ശ്രദ്ധേയമാണ്. മരുതൂർ കുളങ്ങര കുളത്തിൽ കിടക്കുകയായിരുന്നു. ഈ ഹിന്ദുമതത്തിന് നവോത്ഥാനം ഉണ്ടായതോടുകൂടി പല ബുദ്ധവിഗ്രഹങ്ങളും വലിച്ചെറിഞ്ഞു കളഞ്ഞു. തോട്ടിലേക്കും ചെളിയിലേക്കും കുളത്തിലേക്കും ആറ്റിലേക്കും ഒക്കെ തന്നെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ആ മരുതൂർ കുളങ്ങരയിൽ നിന്ന് കിട്ടിയ ബുദ്ധവിഗ്രഹമാണ് ഇന്ന് നമ്മൾ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ കാണുന്നതെന്ന് ഓർക്കണം. ഏതായാലും ഓച്ചിറയെ കുറിച്ച് പറയാം. ഓച്ചിറ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ വിചാരിക്കും ഓം അധികം ചിറയാണ് ഓച്ചിറ എന്ന്. അത് നമ്മുടെ ഒരു കേവലമായ ജ്ഞാനമാണ്. അതല്ല. ഓച്ചിറയിൽ ആരാണുള്ളത്? ഓച്ചിറയിൽ പരബ്രഹ്മമാണ്. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓച്ചൻ ചിറ അതാണ് ഓച്ചിറയായത്. ഓച്ചൻ ചിറ അതാ ഉവച്ചൻ ചിറ, ഉവച്ചൻ ഓച്ചനാകുന്നു. ഓച്ചൻ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം എറണാകുളത്തുണ്ട്, അവിടെ ശിവക്ഷേത്രമുണ്ട്. ഓച്ചൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ഓച്ചൻ ചിറയാണ് ഓച്ചിറ ആകുന്നത്. അതിനു മുമ്പ് തീർച്ചയായിട്ടും അതൊരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു. 14-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ അതും തകർന്ന ഒരവസ്ഥയിലാണ്, അത് ഞാൻ പറയാം. അപ്പം എന്തുകൊണ്ട് ഇതൊരു ബുദ്ധവിഹാര കേന്ദ്രമാകുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് തെളിവുകളുണ്ട്. ബുദ്ധമതം നശിച്ചുവെങ്കിലും നമ്മൾ പല ആചാരങ്ങളും നിലനിർത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് ഓച്ചിറയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഘോഷം എന്ന 12 വിളക്ക് ആഘോഷമാണ്. വൃശ്ചിക മാസത്തിലെ 12 ദിവസങ്ങളിലാണ് ഈ വൃശ്ചികാഘോഷം അഥവാ 12 വിളക്ക് എന്ന് പറയുന്ന മഹോത്സവം കൊണ്ടാടുന്നത്. ഇത് ബുദ്ധമതക്കാരുടെ ഒരു പാരമ്പര്യമാണ്. പണ്ട് ബുദ്ധമതക്കാർക്ക് ഒരു ഓച്ചിറയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിൻ്റെ അനുയായികളായ ആചാര്യന്മാർ ആ 12 ദിവസം ഓച്ചിറ മൈതാനത്ത് വരുമായിരുന്നു. അവരെ കാണാനും സംശയം തീർക്കാനുമായിട്ട് ഒരുപാട് ബുദ്ധമത അനുയായികൾ, ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ബുദ്ധമത അനുയായികൾ അവിടെ വരും. അവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്ന അന്ന് കുടില് കെട്ടി അവിടെ താമസിക്കുകയാണ്. ഇവർക്ക് വേണ്ട ധർമ്മോപദേശങ്ങൾ ചെയ്യുന്ന ബുദ്ധമത ഭിക്ഷുക്കളായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. അവർ അഷ്ടാംഗമാർഗങ്ങള്, ധർമ്മോപദേശങ്ങള് ഇതെല്ലാം തന്നെ ഉപദേശിച്ചു കൊടുക്കും. എന്താ അഷ്ടാംഗമാർഗം? അഷ്ടാംഗമാർഗം സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് വാക്യം, സമ്യക് കർമ്മം, സമ്യക് സമാധി തുടങ്ങിയ ആ അഷ്ടാംഗമാർഗങ്ങളൊക്കെ ഉപദേശിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങൾ അകറ്റാനുള്ള വിദ്യകളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധ മത ആചാര്യന്മാരാണ്. അത് കേൾക്കുന്ന ഗൃഹസ്ഥ ആശ്രമികൾക്ക്, ഗൃഹസ്ഥാശ്രമ ബുദ്ധഭിക്ഷുക്കൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരെയൊക്കെ ഓർമ്മിക്കുന്ന ആ 12 ദിവസം അവർക്ക് ഈ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച
ആ 12 ദിവസം വലിയ ആഘോഷമാണ്. കുടിൽ കെട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടിൽ കെട്ടിയൊക്കെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഓച്ചിറ അമ്പലത്തിലെ വൃശ്ചിക മഹോത്സവം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയും മറ്റ് അവിടുത്തെ ചില വഴിപാടുകളെ കുറിച്ച് ഓർക്കാം. നമ്മൾ ബുദ്ധമതം ഒക്കെ തകർത്ത് കളഞ്ഞു. ബുദ്ധമതം തകർത്തതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. ഓച്ചിറയെ പറ്റി പറയുമ്പോൾ ഐതിഹ്യമാലയിലൊരു കഥ പറയും. ഈ അകവൂർ ചാത്തൻ്റെ കഥ. ഇങ്ങനെ പോത്തുമായിട്ട് ഒരു നമ്പൂതിരി, ഭൃത്യനായ ചാത്തൻ എന്ന് പറഞ്ഞ ശാസ്താവാണ്. ആ പോത്തിനെ അടിച്ചും തല്ലിയും ഒക്കെ തന്നെ ഇങ്ങനെ മുന്നോട്ട് നടത്തുകയാണ്. പോത്തൊരിക്കലും നടക്കത്തില്ല. മുന്നിൽ നമ്പൂതിരിയാണ്. നമ്പൂതിരി ഏക്കാളൊക്കെ ജ്ഞാനിയായിരുന്നു ഈ ചാത്തൻ. ഏതായാലും ഈ പോത്ത്, എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ പോത്തെന്ന് പറയുന്ന ബുദ്ധമതമാണ്. ഈ ബുദ്ധമതത്തെയാണ് വാസ്തവം അടിച്ചും ഇടിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് നടത്താനായിട്ട് ഈ ചാത്തൻ ശ്രമിക്കുന്നത്. എവിടെ നിന്റെ ഈ പരബ്രഹ്മം എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ നീ ആരെ ഈ തല്ലുന്നതെന്ന് നമ്പൂരി ചോദിക്കുമ്പോൾ പറയും, ഞാൻ പരബ്രഹ്മത്തെയാണ് തല്ലുന്നതെന്ന് പറയും, ഞാൻ ഈശ്വരനെയാണ് തല്ലുന്നത്. എവിടെ നിന്റെ ഈശ്വരൻ, എവിടെ നിന്റെ പരബ്രഹ്മം? അതാണ് ഉണ്ട് ഈ കാവിൽ, ഈ കാവിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒണ്ടിക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നുണ്ട് ആ ഒണ്ടിക്കാവ്. ആ ഒണ്ടിക്കാവിലുള്ളത് ബുദ്ധവിഗ്രഹമായിരുന്നില്ല, മറിച്ച് പരബ്രഹ്മമാക്കി അവർ മാറ്റി. ഒരു വേള ആ ഒണ്ടിക്കാവിൽ ഉണ്ടായിരുന്നത് ശ്രീബുദ്ധ സാന്നിധ്യമായ നില, ശ്രീബുദ്ധൻ്റെ ആ ഒരു സ്വാധീനമോ സാന്നിധ്യമോ വിഗ്രഹമോ എന്തൊക്കെ ആയിരിക്കണം, അതെല്ലാം മാറ്റിയിട്ട് അവിടെ പരബ്രഹ്മ സങ്കല്പം ഉണ്ടാക്കി. ഉണ്ട് ഈ കാവിൽ, അത് പരബ്രഹ്മമാണ്. ഇനി നോക്കുക, ഓച്ചിറ പടനിലം എന്ന് പറയുന്നത് വളരെ വിശാല മനോഹരമായിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലമാണ്. അവിടെ പണ്ട് കാലത്ത് ചുറ്റുമതിലുകളൊന്നുമില്ല. ഇന്നത്തെ യാഥാസ്ഥിതികമായിട്ടുള്ള ഈ ക്ഷേത്ര സങ്കല്പത്തിലെ ശ്രീകോവിലോ കൊടിമരവോ അല്ലെങ്കിൽ തിടപ്പള്ളിയോ അല്ലെങ്കിൽ നടപ്പുരയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്. 2 ആൽത്തറകൾ മാത്രമാണുള്ളത്. നാനാജാതി ആളുകൾക്കും വന്ന് കൈകൂപ്പാം. എവിടെയാണ് കൈകൂപ്പുന്നത്? ഈ ആൽത്തറകളിൽ. ആലിനെയാണ്, ബോധിവൃക്ഷങ്ങളെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ വിശാലമായ കാഴ്ചപ്പാട് അത് വന്നത് ബുദ്ധമതത്തിൽ നിന്നാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എല്ലാ ജാതിക്കാരെയും എല്ലാ മതസ്ഥരെയും ഒരുപോലെ കൊണ്ടുവന്ന് ആരാധിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഓച്ചിറയാണ്. ഓച്ചിറ പടനിലം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ, അതിൻ്റെ ഒരു തുള്ളി മാത്രമാണ്, ഒരു ബിന്ദു മാത്രമാണെന്ന് അതിൻ്റെ ഒരു പ്രതീകമാണ്. അവിടെയാണ് എല്ലാവരും വന്ന് അടിഞ്ഞുകൂടുന്നത്. ഇത് ബുദ്ധമത സങ്കല്പത്തിലെ എല്ലാവരും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു ഉപനിഷത്ത് വാക്യമായിക്കോട്ടെ. പക്ഷേ ആ ഒരു സങ്കല്പം എല്ലാവർക്കും സുഖവും സൗഖ്യവും ഉണ്ടാകട്ടെ, എല്ലാവരും സന്തോഷവാന്മാരായി തീരട്ടെ എന്നുള്ള ആ ഒരു സങ്കല്പം ഉണ്ടായത് തീർച്ചയായിട്ടും ബുദ്ധ മതത്തിൽ നിന്നാണ്. ഓച്ചിറയിലെ വഴിപാടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമുക്ക് തുടരുന്നു. കണ്ണിന് അസുഖം വന്നാൽ കണ്ണിൻ്റെ രൂപങ്ങൾ, അപ്പോൾ അലൂമിനിയത്തിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ആ കണ്ണിൻ്റെ രൂപം വാങ്ങിച്ച് നടക്കി വെക്കും. അല്ലെങ്കിൽ കൈക്ക് അസുഖം വന്നാൽ കൈ വാങ്ങിച്ച് മരത്തിലുണ്ടാക്കിയ കൈ വെക്കും. കാലിന് അസുഖം വന്നാൽ കാലിന് വെക്കും. ആൾ രൂപം വെക്കും. ഇതൊക്കെ തന്നെ ജൈനമതത്തിലുണ്ടായിരുന്ന ആചാര പാദപീഠങ്ങൾ ഒക്കെ അവിടുത്തെ വഴിപാടായിട്ട് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണും നമ്മൾ വെക്കുന്നതും കൈ വെക്കുന്നതും കാല് വെക്കുന്നതും ആടുവും വെക്കുന്നതും ഒക്കെ തന്നെ ബുദ്ധ ജൈന മതങ്ങളിലെ ചില ആചാര വിശേഷങ്ങളായിരുന്നു. ഓച്ചിറയിലെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അവിടെ കണ്ടിരുന്നത് ചെളി കൊണ്ടുള്ള പ്രസാദമായിരുന്നു. അതായിരുന്നു വലിയ കാര്യത്തെ നെറ്റിക്കൊക്കെ പുരട്ടുന്നത്. ആ ചെളിപ്രസാദം എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ ഒരിടത്തും ഉണ്ടായില്ല. ഏതായാലും കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ല എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ ചെളിപ്രസാദം എന്ന് പറയുന്നത് അതൊരു സിദ്ധ ഔഷധമായിട്ടാണ് പഴമക്കാർ കരുതിയിരുന്നത്. നല്ല ത്വക്ക് രോഗത്തിനൊക്കെ പറ്റിയ ഒന്നായിട്ടാണ് ഈ ചെളിപ്രസാദത്തെ കണ്ടിരുന്നത്. പണ്ട് ബുദ്ധമത വികാരങ്ങളോടൊത്ത് തന്നെ
വൈദ്യശാലകളും ഉണ്ടായിരുന്നു. ഇന്നും ഈ തകഴി ക്ഷേത്രത്തിലൊക്കെ തന്നെ എണ്ണ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഈ കൈവിഷമൊക്കെ മാറ്റുന്നതിനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഈ അമ്പലങ്ങളിൽ എണ്ണ കൊടുക്കൽ, അതുപോലെ പൂക്കൾ കൊണ്ട് അർച്ചിക്കൽ, ഇതെല്ലാം നമ്മളെ സ്വീകരിച്ചത് ബുദ്ധമതത്തിൽ നിന്നാണ് എന്ന കാര്യം ഒരു സത്യമാണ്. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ ബുദ്ധമതത്തെയൊക്കെ പോത്തിനെ മർദ്ദിച്ച് അവശനാക്കുന്ന പോലെ ബുദ്ധമതത്തെയൊക്കെ തല്ലി ഓടിച്ചു, ഇവിടുന്ന് നിഷ്കാസനം ചെയ്തു, ഗളഹസ്ഥം ചെയ്തു, ഒക്കെ സത്യമാണ്. പക്ഷേ അതിലെ നല്ല ആചാരങ്ങളോ ഒക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഓച്ചിറയിൽ ബുദ്ധമതം കാര്യമായി വ്യാപിച്ചു എങ്കിൽ പോലും, ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞില്ല, അത് കാളകെട്ട് ഉത്സവമാണ്. ഓച്ചിറയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ കാളകെട്ട് ഉത്സവമാണ്. ഈ കാളകെട്ട് ഉത്സവത്തെ നമ്മൾ ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തണം. ഇത് രണ്ടും, ഈ കാളകെട്ടായാലും കൊള്ളാം, കെട്ടുകാഴ്ച, ഇത് രണ്ടും ഈ ബുദ്ധമതത്തിലെ ഉത്സവങ്ങളുടെ ഒരു പാരമ്പര്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ സഞ്ചാരകൃതിയിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇന്ത്യയിലെ ചില ബുദ്ധ സ്വാധീനമുള്ള നഗരങ്ങളിലൂടെ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. 4 ചക്രങ്ങളുള്ള വണ്ടി, ആ വണ്ടിയിൽ ഒരു രഥം ഉണ്ടാക്കുകയാണ്. തൂണുകളൊക്കെ നാട്ടി അങ്ങനെ കെട്ടിടം പോലെ ആക്കി ഗോപുരമൊക്കെ വെച്ച്, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശ്രീബുദ്ധൻ്റെയോ അല്ലെങ്കിൽ ബോധിസത്വൻ്റെയോ ഒക്കെ വിഗ്രഹം വെച്ച് ബുദ്ധ ഭിക്ഷുക്കൾ തെരുവിലൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇതൊരു തേരിൻ്റെ ആകൃതിയാണ്, നല്ല വെള്ള മുണ്ടാണ്, വെള്ള വസ്ത്രമാണ് ഇങ്ങനെ പുതച്ചാണ് ഈ തേരുണ്ടാക്കുന്നത്. ആ ഒരു കാഴ്ച ഇന്നും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്നും ചെട്ടികുളങ്ങരയിലെ തേരിൻ്റെ ബാഹ്യരൂപം എന്ന് പറയുന്ന വെള്ളയാണ്, ആ വെണ്മയാണ് എന്നുള്ളത്. അത് ആ പഴയ ബൗദ്ധ പാരമ്പര്യം തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധ ഭിക്ഷുക്കളാണ് തെരുവോരത്തൂടെ ഈ രഥം ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയായിരുന്നു. ഉള്ളിൽ ബുദ്ധന്റെ വിഗ്രഹവും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കൈക്കൊണ്ടതാണ് ഇന്നത്തെ തേര്. അപ്പൊ ബുദ്ധന്റെ തേര്, ബുദ്ധന്റെ കുതിരകള്, അതാണ് ഇന്നും തേരും കുതിരയുമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ ഓച്ചിറയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് തേരും കുതിരയും പറ്റത്തില്ല. കാരണം അപ്പോഴത്തേക്ക് ഹിന്ദുമതം വന്നു കഴിഞ്ഞു, ഇവിടുത്തെ ബുദ്ധഭിക്ഷുക്കളെയൊക്കെ ഓടിച്ച് കഴിഞ്ഞ്. ഇവിടെ പരബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, പരബ്രഹ്മം ശിവനാണ് നമ്മൾ പറയുമെങ്കിലും പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സംഗനായിട്ടുള്ള, നിർമ്മമനായിട്ടുള്ള, നിസ്പൃഹനായിട്ടുള്ള, നിഷ്ക്രിയനായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള ഒന്നാണ്. എല്ലാവർക്കും ആനന്ദം മാത്രം നൽകുന്ന പരബ്രഹ്മം. ആ പരബ്രഹ്മം എന്ന് പറഞ്ഞ ശിവൻ, ആ ശിവന്റെ രൂപമായിട്ടുള്ള കാളയുടെ പുറത്ത് ശിവൻ എഴുന്നള്ളുന്നു, പരബ്രഹ്മം എഴുന്നള്ളുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് കാളകെട്ട് എന്ന് പറയുന്ന ആ രൂപം അവിടെ ഉണ്ടാകുന്നത്. അതും ഈ രഥം പോലെ ചക്രത്തിൽ ഈ കാളയുടെ ഒരു ചുവന്ന കാളയും വെള്ളക്കാളയും ഉണ്ടാക്കി അത് വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഇങ്ങനെ തെരുവോരത്തിലൂടെ ജനങ്ങളിങ്ങനെ വലിച്ചു കൊണ്ടുപോയി അവസാനം ഓച്ചിറ അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇന്ന് വലിയ ഉത്സവമാണ്. ഇന്ന് വലിയ ഓണാട്ട് ഭൈരവനും ഓണാട്ട് കതിരവനും അങ്ങനെയൊക്കെയുള്ള ഗംഭീരന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഭഗവാൻ ഇങ്ങനെ ഈ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നു. എങ്ങനെയാണോ ബുദ്ധൻ തൻ്റെ രഥത്തിലേറി ഇങ്ങനെ തെരുവിലൂടെ ജനങ്ങളെയൊക്കെ കണ്ട് അനുഗ്രഹിച്ച് ഇങ്ങനെ പോയത്, അതുപോലെ ഭഗവാൻ ഇങ്ങനെ കാളപ്പുറത്ത് കയറി ഇങ്ങനെ വരുന്നു എന്നുള്ള സങ്കല്പത്തിനാണ് ഓച്ചിറയിലെ കാളകെട്ട്, അതുപോലെ തന്നെ ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ച, ഇവയ്ക്കൊക്കെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും പ്രകടമാണ്. എന്നാൽ ഓച്ചിറയിൽ നിന്ന് നമ്മൾ കായംകുളത്ത് വന്ന കായംകുളത്തെ ജനങ്ങളെ വലുതായിട്ട് ബുദ്ധമതം സ്വാധീനിച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം അന്നത്തെ ഈ നാട്ടുരാജാക്കന്മാരുടെ പ്രാബല്യം കൊണ്ടാണ്, അവരുടെ ശക്തിവിശേഷം കൊണ്ടാകാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചത്. എന്നാൽ അതിനുശേഷം അതിനപ്പുറത്തേക്കുള്ള ഹരിപ്പാട്ടേക്ക് നോക്കുക.
മണ്ണാർശാലയിൽ നോക്കുക, മാവേലിക്കരയിലേക്ക് നോക്കുക, ഭരണിക്കാവിലേക്ക് നോക്കുക, അവിടെയെല്ലാം ബുദ്ധമതത്തിന്റെ ഒരു ശക്തി പ്രാഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വിശേഷിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരിപ്പാടിനപ്പുറം തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലം. ആ തൃക്കുന്നപ്പുഴയിലായിരുന്നു ശ്രീമൂലവാസം എന്ന് പറയുന്ന വലിയ ബുദ്ധവിഹാര കേന്ദ്രം ഉണ്ടായിരുന്നത്. ശ്രീമൂലവാസം വളരെ പ്രശസ്തമാണ്. ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധവിഹാര കേന്ദ്രത്തിൽ ഒരുപാട് അവിടെ വലിയ വിദ്യാലയങ്ങളുണ്ടായിരുന്നു, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു, അവിടെ പഠിപ്പിക്കാൻ അവിടെ മന്ത്രതന്ത്രങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ശ്രീമൂലവാസം അവിടെ ആയിരുന്നു, ഈ തൃക്കുന്നപ്പുഴയായിരുന്നു. ചരിത്ര പണ്ഡിതന്മാർക്ക് തർക്ക വിഷയമാണ്. അവിടെ തന്നെയാണ് എന്ന് സംശയിക്കാനും കാരണമുണ്ട്. ഇതെന്തുകൊണ്ട് ഇന്ന് കാണാതായി പോയി? കാരണം അവിടെ എല്ലാം കടലെടുത്തു പോയി. ഈ ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധവിഹാര കേന്ദ്രം കടലെടുക്കുന്നതായിട്ട് മൂഷിക വംശം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ തോലൻ എന്ന് പറയുന്ന കവി അദ്ദേഹം അത് വർണ്ണിച്ചിട്ടുണ്ട്, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് ആ പണ്ഡിതന്മാരിത് വായിച്ചിട്ട് എവിടെയാണ് ശ്രീമൂലവാസം എന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് ഇങ്ങനെ ഈ കടലിൽ താഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയുന്ന രാജാവ് അതിനെ സംരക്ഷിക്കുന്ന, ആ ബുദ്ധവിഹാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ശാസനത്തിൽ, അദ്ദേഹത്തിന്റെ പാലിയം ചെപ്പേട് എന്ന് പറയും, ആ പാലിയം അതിനകത്തും പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഈ ശ്രീമൂലവാസം എന്നുള്ളതിനെ ഒരു തർക്കം ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം ഫൗച്ചർ എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ലോകനാഥ വിഗ്രഹം ലഭിക്കുന്നത്. അതിനകത്ത് പ്രത്യേകം എഴുതിയിരുന്നു, ദക്ഷിണാപദേ ശ്രീമൂലവാസ ലോകനാഥ. ദക്ഷിണാപദത്തിലുള്ള ശ്രീമൂലവാസത്തിലെ ലോകനാഥനാണ് ഞാൻ എന്ന ആ രീതിയിലാണ് ആ വിഗ്രഹത്തിലെ എഴുത്ത്. അതോടുകൂടിയാണ് ടി എ ഗോപിനാഥ റാവുവിനെ പോലെയൊക്കെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ഈ തൃക്കുന്നപ്പുഴയിലാണ് ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധവിഹാര കേന്ദ്രം ഉണ്ടായിരുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ആ ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധവിഹാരം കടലിനടിയിൽ ഇപ്പോഴും ചിലപ്പോൾ എവിടെയോ അഗാധതയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അവിടുത്തെ ചില ബുദ്ധവിഗ്രഹങ്ങളാണ് ഇന്ന് നമുക്ക് തൃക്കുന്നപ്പുഴ അയ്യപ്പനായിട്ട്. തൃക്കുന്നപ്പുഴ നമ്മൾ ഇന്ന് കാണുന്നത് അയ്യപ്പ ക്ഷേത്രമാണ്. അവിടുത്തെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധ വിഗ്രഹമാണ്. അവിടെ അയ്യപ്പനോടനുബന്ധിച്ച് ഒരു സ്ത്രീയുടെ ഒരു കുട്ടിയുടെയും ബിംബങ്ങൾ ഉണ്ട്. അത് യശോധര, ശ്രീബുദ്ധന്റെ പത്നിയായ യശോധരയുടെയും പുത്രനായ രാഹുലിന്റെയും ചിത്രമായിട്ടൊക്കെയാണ് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കൺവെർട്ട് ചെയ്ത് പിന്നെ പലതും തച്ചുടച്ചു കളഞ്ഞു. ഇവിടുത്തെ ഒരു ബുദ്ധവിഗ്രഹമാണ് ഈ ഇടത് കൈയില്ലാതെ ഇടതുകാലില്ലാതെ ഒക്കെ തന്നെ ഈ കരുമാടിക്കുട്ടനായിട്ട് കരുമാടിയിൽ നിന്ന് ലഭിച്ചതെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാര് ഉണ്ട്. അപ്പം ദേഷ്യം വരുമ്പോഴത്തേക്ക് ഈ ബുദ്ധമതക്കാരെയൊക്കെ ഓടിക്കുന്നതിന് വേണ്ടി അവരെ വിളിച്ചും ഒക്കെ തന്നെ ഓടിച്ചു. അതുപോലെ തന്നെ ബുദ്ധവിഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. അങ്ങനെയുള്ള കരുമാടിക്കുട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ സൂക്ഷിച്ച കരുമാടി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. കരുമാടി തോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഈ ബുദ്ധവിഗ്രഹമൊക്കെ തന്നെ കൈയും കാലും ഒക്കെ ഓടിച്ചതിന് ശേഷം വലിച്ചെറിയുകയായിരുന്നു. ഇതുപോലെ തലയില്ലാത്ത ഒരു ബുദ്ധവിഗ്രഹമാണ് കായംകുളത്തിന് കിഴക്ക് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ ഒരു ബുദ്ധവിഗ്രഹം. ഈ ഓണാട്ടുകരയിൽ നിന്നാണ് പ്രശസ്തമായ 4 ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചത്. അതിലൊന്നാണ് ഈ പള്ളിക്കൽ നിന്ന് ലഭിച്ച ബുദ്ധവിഗ്രഹം. ബുദ്ധവിഗ്രഹമാണോ? തലയില്ല, പിന്നെ എങ്ങനെയാണ്? പക്ഷെ അത് ആ ഉഷ്ണീഷം കൊണ്ട്, ആ പത്മാസനത്തിലെ ഇരിപ്പ് കൊണ്ട്, ആ അഭയ വരദ മുദ്രകൾ കൊണ്ട് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ബുദ്ധവിഗ്രഹമായിരുന്നു. ഇന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് തലയുണ്ട്. ഇന്ന് അത് തിരുവനന്തപുരം മ്യൂസിയത്തിൽ, ലാപ്പിയർ മ്യൂസിയത്തിൽ അത് തലയോട് ബുദ്ധന്റെ ശിരസോടുകൂടി ഇരിക്കുന്ന പള്ളിക്കലെ പുത്രച്ചനെ നമുക്ക് കാണാൻ സാധിക്കും. ഭരണിക്കാവിൽ നിന്ന് കിട്ടിയ ബുദ്ധൻ അത് 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ഉണ്ടായ
അതിമനോഹരമായിട്ടുള്ള ഒരു ബുദ്ധവിഗ്രഹമാണ്. ഒരു ചെറിയ ബുദ്ധവിഗ്രഹമാണ്. ഭരണിക്കാവ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ പറ്റിയൊക്കെ ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ ജോഗ്രഫിക്കൽ ഡിക്ഷണറിയിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ബൗദ്ധ സ്വാധീനത്തെ പറ്റി. മാവേലിക്കരയിൽ നിന്ന് 5 കിലോമീറ്റർ തെക്കുമാറിയാണ് ഭരണിക്കാവെന്നും ഭരണി ഉത്സവം നടക്കുന്ന ആ സ്ഥലമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ ആണ് ഒരു ബുദ്ധവിഗ്രഹം. അതുപോലെ തന്നെ മാവേലിക്കര കണ്ടിയൂരിലെ അച്ചൻകോവിലാറ്റിൽ നിന്നും ഒരു ബുദ്ധവിഗ്രഹം ലഭിക്കുകയുണ്ടായി. ആ ബുദ്ധവിഗ്രഹം 1923 ഉദയവർമ്മ തമ്പുരാൻ ആണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു ബുദ്ധവിഗ്രഹം കാണുന്നുണ്ട്. ഒരു വിഹാരത്തിൽ ഇരിക്കുന്ന പോലെ ഗംഭീരനായ ഒരു പുത്രച്ചനെ കാണുന്നുണ്ട്. ആ പുത്രച്ചൻ എന്ന് പറയുന്നത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ ഒഴുകുന്ന ആ അച്ചൻകോവിലാറ്റിലെ ചെളിയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ബുദ്ധ വിഗ്രഹമാണ്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് നിന്ന് ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഒരു വീട്ടിൽ ഒരു ബുദ്ധവിഗ്രഹമുണ്ട്. എവിടെയാണെന്ന് ചേരാവളിലെ ഫോട്ടോഗ്രാഫർ ജയന്റെ വീട്ടിൽ ഒരു ബുദ്ധവിഗ്രഹം കാണാൻ. അത് മാവേലിക്കരയിലെ ബുദ്ധവിഗ്രഹത്തിന് ഡിറ്റോ ആണ്. നല്ല ശിലയിലൊക്കെ, കൃഷ്ണശിലയിലൊക്കെ അദ്ദേഹം അത് പണിഞ്ഞ് ഈ അടുത്ത 2 വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ഒരു വിഹാരമൊക്കെ ഉണ്ടാക്കി അവിടെ ഈ ബുദ്ധനെ പ്രതിഷ്ഠിച്ചത്. അത് പ്രതിഷ്ഠ നടത്തിയത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു സന്യാസി ആയിരുന്നു എന്നുള്ളതും അനുബന്ധമായിട്ട് പറയാൻ തോന്നിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ അധികം 5ഓളം, ആദ്യം 4ആണ്. പിന്നെ നമുക്ക് ഈ കരുവാടിയിലെ വിഗ്രഹം, അതായത് ഓണാട്ടുകാരുടെ അതിർത്തി പ്രദേശമാണ് കരുവാടി എന്ന് പറയുന്നത്. അവിടുത്തെ ബുദ്ധവിഗ്രഹം കൂടെ ചേർത്ത് പറയാൻ 5 ബുദ്ധവിഗ്രഹങ്ങൾ കിട്ടിയ, ഒരു കാലത്തെ ബുദ്ധമത സ്വാധീനത്തിന്റെ അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായി ഈ ഓണാട്ടുകരയെ വിശേഷിപ്പിക്കാൻ പറ്റും. എന്നാൽ ഈ ബുദ്ധമതമൊക്കെ നശിച്ചുപോയി, ബുദ്ധവിഗ്രഹങ്ങളും ഇങ്ങനെ പാഴായി. പക്ഷേ പലതരത്തിലുള്ള ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതിലൊന്നാണ് കാവുകൾ എന്ന് പറയുന്നത്. തറവാടിനോട് ചേർന്ന് കാവുകളൊക്കെ ഉണ്ടാക്കുക. ആ കാവ് പഴയ എല്ലാ കാവും കുളവും ചേർന്ന സ്ഥലമാണ് കായംകുളം എന്നാണ്. ഒരുപാട് കാവുകളും ഒരുപാട് കുളങ്ങളുമുള്ള സ്ഥലമാണ് ഈ കായംകുളം. ഈ എല്ലാ യാഥാസ്ഥിക അഭിജാതമായ തറവാടുകളോട് ചേർന്ന് ഈ കാവുകളുണ്ട്. കാവുകൾ സംരക്ഷിക്കണം. ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നമൊന്നുമല്ല, പക്ഷെ കാവുകൾ സംരക്ഷിക്കണം എന്നത് ബുദ്ധന്റെ ഒരു ആദർശമാണ് ആയിരുന്നു. എന്താണ്? ലോകാസമസ്ത സൂനോഭവന്തു എന്നുള്ളതല്ല, അഹിംസാ പരമോ ധർമ്മ. അഹിംസാ പരമോ ധർമ്മ എന്ന് പ്രവചിച്ച, എന്ന് ആളുകളെ പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ ധർമ്മമായിരുന്നു. ഈ കാവിനകത്ത് പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. കാവിനകത്ത് പകൽ പോലും ഭയങ്കര ഇരുട്ടാണ്. സർപ്പക്കാവ് എന്ന് പറയുന്ന ഒരു കവിത തന്നെ വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്. ഭയങ്കരമായ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ പലതരത്തിലുള്ള പക്ഷികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, ചെറിയ രീതിയിലുള്ള മൃഗങ്ങളുണ്ട്, പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. എല്ലാ ജീവജാലങ്ങളും സുഖമായിട്ട് വസിക്കണം എന്നുള്ള ആ ഒരു സിദ്ധാന്തം, ആ ഒരു സങ്കല്പം നമ്മളിലേക്ക്, കേരളീയരിൽ മാത്രമേ ഉള്ളൂ ഈ കാവും ഒക്കെ കുളമൊക്കെ. ഇതിൻ്റെയൊക്കെ നടുവിൽ ഇതിനെല്ലാം തന്നെ വെള്ളം കുടിക്കാനുള്ളൊരു കുളവും ഉണ്ട്. അപ്പൊ അതിനാവശ്യം പോലെ വെള്ളവും കുടിക്കണം, അതിൻ്റെ സുഖമായിട്ട് വസിക്കണം. അതൊക്കെ തന്നെ മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്നുള്ള ആ രീതി. പണ്ടൊക്കെ ഈ അഹിംസാ പരമോ ധർമ്മ എന്ന് പറഞ്ഞല്ലോ. അപ്പം പാമ്പൊക്കെ വീട്ടിൽ കയറി വന്നാൽ പോലും ആ പാമ്പിനെയൊക്കെ എത്ര ഭയഭക്തിയോടുകൂടിയാണ് വീട്ടിലെ ഗൃഹനായികമാരും ഗൃഹനാഥന്മാരും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങ് പോയാട്ട് എന്ന് പറയുമ്പോഴത്തെ പാമ്പ് എഴഞ്ഞ് അതിൻ്റെ പാട്ടിന് പോകും, അതിനെ കാണത്ത് പോലുമില്ല. അതൊരു മനുഷ്യനെയും ഉപദ്രവിക്കുകയില്ല. അതെല്ലാം ഈ കാവ് സങ്കല്പം നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ബുദ്ധമതത്തിൽ നിന്നാണ്. നമ്മുടെ പല സ്ഥലങ്ങളിൽ തന്നെ വള്ളിക്കാവ്, അതുപോലെ വവ്വാക്കാവ്, അതുപോലെ പുതിയ കാവ്, ഭരണിക്കാവ് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ഈ കാവ് ചേർത്ത സ്ഥലനാമങ്ങളുണ്ട്. ചിലപ്പോൾ പകാരം ആയിട്ട് മാറാറുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് വള്ളികുന്നം
പള്ളികുന്നം പള്ളിക്കുന്നമാണ്. അത് പള്ളിയുമായിട്ട് ചേർന്നതാണ്. പള്ളിക്കുന്നം ആണ് പള്ളിയുമായിട്ട്, അത് ബുദ്ധവിഹാര സ്ഥലമായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ വള്ളിക്കാവ്, അത് പള്ളി ആയിട്ട് ചേർന്നതാണ്. പള്ളിക്കാവ്, ആ കാവ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കാവ്, ചേരാവള്ളി ചേരാ പള്ളിയാണ്. ചേരാ പള്ളി, പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി ശബ്ദം ഓർക്കണം, അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ആണ് എന്നുള്ളതാണ്. അങ്ങനെ വള്ളിയായാലും പള്ളിയായാലും ഒക്കെ തന്നെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം ബുദ്ധമതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അതുമാത്രമല്ല, മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ആയുർവേദത്തിന്റെ വളർച്ച. ആയുർവേദ സംസ്കാരം നമ്മൾ കേരളത്തിൽ ഒരുപാട് ആയുർവേദത്തിന്റെ പ്രത്യേകത, പല ആൾക്കാരും പഴയ തലമുറയിൽപ്പെട്ട ജാതി മതഭേദമന്യേ പലരും ആയുർവേദ വൈദ്യന്മാരായിരുന്നു. ജാതിയൊക്കെ കുടുംബിരി കൊണ്ട സമയത്ത് ഒരു സംസ്കൃതം പഠിക്കാം, ഇപ്പം അതുപോലെ ആയുർവേദം പഠിക്കാം, വൈദ്യന്മാരായി തീരാൻ പറ്റും. അതിന് ജാതി വ്യത്യാസമില്ലായ്മ. ഈ ജാതി വ്യത്യാസമില്ലായ്മ ബുദ്ധമതത്തിലെ ഒരു പ്രത്യേകത ആയിരുന്നു, യാതൊരു സംശയമില്ല. അങ്ങനെ ഒരുപാട് നായർ വൈദ്യന്മാരുണ്ട്, ഈഴവ വൈദ്യന്മാരുണ്ട്, നമ്പൂതിരി വൈദ്യന്മാരുണ്ട്. വലിയ ഈ ചരകനും ശുശ്രൂതനും പോലെയുള്ള വലിയ ആയുർവേദ ആചാര്യന്മാർ തന്നെ ബുദ്ധിസ്റ്റുകളായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ഇവിടുത്തെ ഈ ആയുർവേദ പാരമ്പര്യം, എന്തിനാണ് ആയുർവേദ സ്കൂള് മണ്ണാർശാലയിലുണ്ടായിരുന്നു. നാഗാരാധന കേന്ദ്രങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആയുർവേദത്തോടൊപ്പം തന്നെ നാഗാരാധനയെ കുറിച്ചും പറയണം, അതും ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, വിഖ്യാതമായിട്ടുള്ള 2 നാഗാരാധനാ കേന്ദ്രങ്ങളാണ്. ഒന്ന് മണ്ണാർശാലയും മറ്റൊന്ന് വെട്ടിക്കോട്ടും. വെട്ടിക്കൂട്ടിയ മണ്ണിൽ പ്രതിഷ്ഠിച്ചതാണ് ആ വെട്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. 2 നാഗാരാധനാ കേന്ദ്രങ്ങളാണ്. ഇവിടെ തന്നെ ഒരു ആയുർവേദ സ്കൂൾ ഉണ്ടായിരുന്നു. മണ്ണാർശാലയിൽ ഒരു ആയുർവേദ സ്കൂൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ പറ്റുകയില്ല, പക്ഷെ പഴയ കാലത്ത് ആയുർവേദ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഈ മണ്ണാർശാലയുടെ ഒരു പ്രത്യേകത തന്നെ, കേരളത്തിൽ ഒരു സ്ത്രീ പൂജാരിണിയുള്ള സ്ഥലമാണ് ഈ മണ്ണാർശാല എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ശിവന്റെ ഭൂഷണമായിട്ടുള്ള വാസുകി, അതിന് സർപ്പരാജാവും നാഗയക്ഷിയുമാണ്. വാസുകിയും നാഗയക്ഷിയുമാണ്. എന്താണ്, നാഗരാജാവും നാഗയക്ഷിയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ. നിലവറയിലെ അനന്തനുമുണ്ട്. അനന്തൻ വിഷ്ണുവിന്റെ പ്രതീകമാണ്. അപ്പൊ വിഷ്ണുവിന്റെയും ശിവന്റെയും അങ്ങനെ ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ കൂടിക്കലർന്ന ഒരു സ്ഥലമാണ് മണ്ണാർശാല എന്ന് നമ്മൾ ഓർക്കണം. വെട്ടിക്കോട് അങ്ങനെയല്ല. വെട്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അനന്തനാണ്, അനന്തനും നാഗയക്ഷിയുമാണ് ഉള്ളത്. ആദിശേഷൻ ആണ് അനന്തൻ. അപ്പം ഇങ്ങനെയുള്ള ഈ നാഗാരാധനയുടെ ഇന്നും നിലനിൽക്കുന്ന, നമ്മളൊക്കെ നാഗാരാധനയെ വാഴ്ത്തുന്നവരാണ്. നാഗാരാധന എത്രയോ കൃതികൾ ഉണ്ട്, ഇതിനെപ്പറ്റി പഠനങ്ങളുണ്ട്. കാവുകളെ പറ്റി, നാഗാരാധനയെ പറ്റി ഒക്കെ തന്നെ പഠനം. അതൊക്കെ നമുക്ക് കിട്ടിയത് ബുദ്ധമത പാരമ്പര്യത്തിലാണ്. എന്തിനാണ് ഓണം, വിഷു, ഇതിനു പോലും ബുദ്ധമതത്തിന്റെ സ്വാധീനമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. കാരണം നമ്മൾ പൂക്കൾ പറിച്ച് ഏതൊരു ഒരു പൂജയ്ക്കായാലും പൂക്കൾ കൊണ്ട് നേദിക്കുക, ആരാമങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം നമുക്ക് പൂന്തോട്ടം, വീട്ടിലൊക്കെ പൂന്തോട്ടം ഉണ്ടാക്കുന്നതിന്റെ പാരമ്പര്യം നമുക്ക് കിട്ടിയത് ബുദ്ധ മതക്കാരിൽ നിന്നാണ്. മഹാബലി പോലും, വലിയ മഹാബലിയാണ്, വലിയ ത്യാഗസ്വരൂപനാണ്. അത് ബുദ്ധന്റെ ത്യാഗത്തെയാണ് ഓർമ്മിക്കുന്നത്. എല്ലാ ജീവജാലയും, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കണ്ടിരുന്ന ആളാണ് ശ്രീബുദ്ധൻ. അതാണ് ശ്രീബുദ്ധന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു സങ്കല്പം മഹാബലിക്ക് കൊടുത്തത് അത് ശ്രീബുദ്ധ നിന്ന് വന്ന ഒരു ബുദ്ധമത സ്വാധീനമാണ്. ഓണത്തെ എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്ന പഴയ കാലത്ത് ഓണപ്പൂക്കളം എന്ന് പറയുന്നത് തന്നെ മഞ്ഞപ്പൂക്കളായിരുന്നു പൂക്കളത്തിന് ഉപയോഗിച്ചായിരുന്നത്. മഞ്ഞക്കോടി, അതെല്ലാം ബുദ്ധമതക്കാരുടെ ഒരു വസ്ത്രധാരണമാണ്. മഞ്ഞക്കോടി കൊടുക്കുക, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയും കൊണ്ട് ചാർത്തി എന്നൊക്കെയല്ലേ ONV സാർ എഴുതുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ നമുക്ക് ഈ മഞ്ഞക്കോടി കൊടുക്കുന്ന അതിനെ കുറിച്ച് പറയാനുണ്ട്.
പഴയകാലത്ത് ഓണ വസ്ത്രം എന്ന് പറയുന്ന മഞ്ഞ വസ്ത്രമായിരുന്നു. പിങ്കളവർണ്ണം, മംഗളവർണ്ണമാണ് അത് ഈ മഞ്ഞ എന്ന് പറയുന്നത്. അങ്ങനെ ഓണത്തിനായാലും കൈനീട്ടം കൊടുക്കുന്ന വിഷുവിന് ആയാലും ഒക്കെ തന്നെ മഞ്ഞയെ ആരാധിക്കുകയാണല്ലോ കണിക്കൊന്ന എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ തന്നെയും ബുദ്ധമത സ്വാധീനത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇതിൽ മാത്രമല്ല, ശില്പകലയിൽ പോലും തന്നെ ബുദ്ധമതത്തെ നമ്മൾ പിന്തുടരുന്നുണ്ട്. ഹരിപ്പാട്ട് നോക്കുക. ഹരിപ്പാട്ട് കൂത്തമ്പലം, ഈ കൂത്ത് നടത്തുക. 2 കൂത്തമ്പലം കൊണാട്ടുകാരുണ്ട്. ഒന്ന് കണ്ടിയൂരുണ്ടായിരുന്നു, അത് തീ കത്തിപ്പോയി. പല പല ഐതിഹ്യങ്ങളുണ്ട് അത്. പക്ഷെ ഹരിപ്പാട്ടെ കൂത്തമ്പലം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹരിപ്പാട്ടെ കൂത്തമ്പലത്തിൻ്റെ ശില്പവിദ്യകളില്, അതിൻ്റെ ചുവരുകളില്, അതിൻ്റെ നാസികാബന്ധങ്ങളില്, അതിൻ്റെ അധിഷ്ഠാനത്തില് ഒക്കെ തന്നെ ബുദ്ധമത ശില്പ വൈഭവത്തിൻ്റെ ഒരു പിന്തുടർച്ച പല ചരിത്രകാരന്മാരും കാണുന്നുണ്ട്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ആ സ്വാധീനം നമുക്ക് ആ ശില്പങ്ങൾ കാണാൻ, ശില്പവൈഭവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ പറയട്ടെ, ഈ ഏറ്റവും അധികം അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. ഈ കുട്ടൻ എന്ന് പറയുന്ന ഒരു പദം നമ്മളെപ്പോഴും പറയാണ്. കുട്ടപ്പേരൂരുണ്ട്, കുട്ടനാടുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ എന്നാണ് അർത്ഥം. അതാണ് ഈ ശ്രീബുദ്ധനെ ആണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ കുട്ടനാട്ടിലാണ്, അതായത് അമ്പലപ്പുഴ പരിസരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളതായിട്ട് ഗവേഷകന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, കഞ്ഞിപ്പാടത്തുണ്ട്, തലവടിയിലുണ്ട്, തിരുവല്ലായിലുണ്ട്, പൊടിയാടിയിലുണ്ട്, അങ്ങനെ ചങ്ങങ്കരി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, തകഴി, വിശേഷിച്ച് തകഴി, ഇവിടെ എല്ലാം തന്നെ മുക്കിനാണ് അയ്യപ്പ ക്ഷേത്രങ്ങളുള്ളത്. ആ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഒക്കെ തന്നെ പഴയ കാലത്തെ ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ കുട്ടൻ പേരൂരുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധൻ ആയിരുന്നു. അപ്പൊ ഈ ബുദ്ധനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് അയ്യപ്പനാക്കി. നമ്മുടെ സാക്ഷാൽ അയ്യപ്പൻ. ഇതൊക്കെ ടി.എ. ശങ്കോയ്യരെ പോലെയുള്ള ചരിത്ര പണ്ഡിതർ പണ്ടേ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മലദൈവമായിട്ടാണ് കൽപ്പിക്കുന്നത്. ആ അയ്യപ്പന്റെ പത്മാസനത്തിലെ ഇരിപ്പ്, അദ്ദേഹത്തിന്റെ യോഗമുദ്ര, അദ്ദേഹത്തിന്റെ ഉഷ്ണീഷം, കിരീടം, ഇതെല്ലാം തന്നെ ശ്രീബുദ്ധ ധ്യാനബുദ്ധനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്നുള്ള ഈ ബുദ്ധമതക്കാരുടെ ഒരു സ്ലോഗനുണ്ട്, മുദ്രാവാക്യം എന്നൊക്കെ നമുക്ക് തമാശക്ക് പറയാവുന്ന ആ അവരുടെ സൂക്തങ്ങൾ, അവരുടെ ഭക്തി വഴിഞ്ഞൊഴുകുന്ന ആ വാക്യങ്ങൾ, അത് തന്നെയാണ് വാസ്തവ അയ്യപ്പ സ്വാമിയെ ശരണാഗതി ഉണ്ടാക്കുക. ശരണം തരണേ സ്വാമി എന്ന് പറയുന്ന ആ പദപ്രയോഗം തന്നെ ബുദ്ധമതക്കാരിൽ നിന്ന് എടുത്തതാണ്. ഭിക്ഷുക്കളെല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. അവരെല്ലാം ഇങ്ങനെ ഈ സംഘം ശരണം, ബുദ്ധം ശരണം എന്നൊക്കെ പാടിക്കൊണ്ട് ഒന്നിച്ച് നടക്കുക. അങ്ങനെയാണ് ശബരിമല പോക്കെന്ന് പറയുന്നത്. അവരുടെ വസ്ത്രധാരണം, പണ്ട് ബുദ്ധമതക്കാർക്കെല്ലാം തന്നെ മഞ്ഞ വസ്ത്രമായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കറുപ്പ് വസ്ത്രം ധരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രസ് കോഡിലൊക്കെ വ്യത്യാസം വരുത്തുന്നു. അതുപോലെ അവരുടെ ഭക്തിയിലൊക്കെ തന്നെ വ്യത്യാസം വരുത്തുന്നു എങ്കിൽ പോലും അതൊക്കെ പിന്തുടരുന്നത്, അവരൊക്കെ മാതൃകയായിട്ട് കാണുന്നത് ബുദ്ധമതത്തെ ആണ് എന്നും കൂടി ഓർക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധമതത്തെ പറ്റി പറയാനുണ്ട്. ബുദ്ധമത സ്വാധീനമുള്ള ഒരു 2 സ്ഥലമായിരുന്നു ഓച്ചിറയും കരുനാഗപ്പള്ളിയും പിന്നെ കായംകുളവും ഒക്കെ ആണെന്ന് പറയാൻ കഴിയും. ഇന്നും അതിൻ്റെ തുടർച്ച കാണുന്നതാണ്. ഈ ജയരാവള്ളിയിലുള്ള ബുദ്ധവിഗ്രഹം വരെ നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു സത്യം.